സഖാക്കളെയും ആദ്യമായി കൊല്ലങ്കോട് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് CITUവിൻ്റെ നേതാവും കൊല്ലങ്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ രാമേന്ദ്രേട്ടനാണ്. രാമേന്ദ്രേട്ടനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ AITUസിൻ്റെ നേതാവ് ശിവരാമേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശിവരാമേട്ടനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാർ, അംഗൻവാടിക്കാരുടെ നേതാവിനെ സ്വാഗതം ചെയ്യുന്നു. വർഗ വിഭജന സംഘടനകളുടെ നേതാക്കന്മാരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി AITUസിയുടെ നേതാവ് സുബ്രഹ്മണ്യേട്ടനെ ക്ഷണിക്കുക. സ്വാഗതം പറഞ്ഞുകൊണ്ട് സംസാരിച്ച സഖാവ് R. ശിവൻ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന തൊഴിലാളി ദ്രോഹ നടപടികളെ സംബന്ധിച്ചും അതിനെതിരായി കേന്ദ്രത്തിനെതിരെ നടത്തുന്ന ഈ ദേശീയ പണിമുടക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം വിശദമായി സംസാരിച്ചു. ഈ പണിമുടക്ക് ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയതാണ്. ഇന്ന് രാത്രി 12 മണിയോടുകൂടിയാണ് ഈ പണിമുടക്ക് സമരം അവസാനിപ്പിക്കാൻ പോകുന്നത്. BJP ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ദേശീയ വ്യാപകമായി ഇന്നൊക്കെ പണിമുടക്ക് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലങ്കോട് ഇന്ന് ഈ പ്രകടനവും പൊതുയോഗവും നടത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊഴിൽ നിയമങ്ങളെല്ലാം ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ലേബർ കോഡിൻ്റെ പേരിൽ 4 കോഡുകളായി മാറ്റി തിരിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ തന്നെ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സംഘടിത തൊഴിലാളികൾ ഒന്ന് സമരം ചെയ്യാൻ പോലും അവകാശമില്ലാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് തൊഴിൽ കോഡിലൂടെ നമ്മൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റും ഏതൊരു മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കിയാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാം മുച്ചൂട് മുടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഐക്യ ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച ഈ സമരം 11 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 10 സംഘടനകൾ കൂടി ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടം രാജ്യത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇന്ന് ദ്രോഹിക്കുന്ന നടപടിക്കെതിരെ സമരം വലിയ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളിവിടെ കൊല്ലങ്കോട് ഈ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. അതുപോലെ തന്നെ പരിപാടിയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച CPIMൻ്റെ സഖാവ് ചന്ദ്രൻ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഖാവ് രവി, അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചേഴ്സ്, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ സമരം ഇന്ത്യ ഒറ്റക്കും ഈ സമരം നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 4 മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ഈ സമരം തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചാൽ ഈ സമരം നമുക്ക് വെക്കാനുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മോദിയുടെ ഗവൺമെൻറ് 10 വർഷക്കാലം പിന്തുടർന്നു. ഈ പിന്തുടർന്ന കാലയളവിൽ ഇന്ത്യ രാജ്യത്ത് 56 വിഭാഗം തൊഴിലാളികളെ പിച്ചച്ചട്ടിയെടുക്കേണ്ട സ്ഥിതിയിലേക്ക് തള്ളിവിട്ടിരിക്കുക. ആയതിൻ്റെ ഭാഗമായി ഇന്ന് വർഗ സുഹൃത്തുക്കളോടും നല്ലവരായ നാട്ടുകാരോടും ഇനിയും വരുന്ന നാളുകളിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യത്തിന് വേണ്ടി നിരന്തരം സമരം എന്നല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രകടനത്തെയും ഈ സമരത്തെയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ത്യൻ നാട്ടിലെ തൊഴിലാളികൾ ജീവിക്കാനായി പോരാട്ടത്തിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാൻ ഇനിയും തയ്യാറാവാത്ത കേന്ദ്രം വാഴും ഭരണക്കാരെ ജീവിതം മുഴുവൻ അവസ്ഥ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോകാൻ അവന് ഒരു ആനുകൂല്യങ്ങളും കിട്ടാറില്ല. ഏത് സമയം പിരിച്ചുവിടാം. എല്ലാ കമ്പനികളും കരാർ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോയി. എല്ലാ കമ്പനികളും കരാർ വ്യവസ്ഥയുടെ ഭാഗമായി വരുമ്പോൾ തൊഴിലാളികളെ വയ്ക്കാം, ഏത് സമയം പിരിച്ചുവിടാം. അപ്പോൾ ആ 56 വിഭാഗം തൊഴിലാളികളെ സൂചിപ്പിച്ചതിൻ്റെ ഏക ഒരു
ചിത്രം നമ്മുടെ കേരളത്തിൻ്റെ മുന്നിലുണ്ട്. ആശാ വർക്കർ. എന്താ ഈ ആശാ വർക്കർ? ആശാ വർക്കർ വീടുകളിൽ ചെന്ന് അവരെ ചികിത്സിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനും അവർക്ക് വേണ്ടിയുള്ള സൗജന്യ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ഏർപ്പെടുത്തിയ ഒരു വിഭാഗമാണ് ആശാ വർക്കർ. ഈ ആശാ വർക്കർമാർ അവരെ സംരക്ഷിക്കാൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ മാതൃകയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായിയുടെ സർക്കാർ ആണ് അവരെ സംരക്ഷിക്കുന്നത്. നിറങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ചോദിക്കുന്നു ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? ലേബർ കോഡുകൾ ആർക്ക് വേണ്ടേ? മറുപടി പറയൂ ഭരണക്കാരെ. മുതലാളിമാരുടെ ആവശ്യങ്ങൾ എല്ലാം തന്നെ നടപ്പാക്കുന്ന കേരം വാഴും ഭരണക്കാരെ. അധ്വാനിക്കും തൊഴിലാളികളുടെ ആവശ്യമൊന്നും പരിഗണിക്കില്ല. കേൾക്കാൻ പോലും തയ്യാറല്ല. ഇൻകുലാബ് സിന്ദാബാദ്. ശിവരാമൻ, മറ്റും ബഹുജന സംഘടനാ നേതാക്കന്മാർ, തൊഴിലാളി സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനെതിരായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വർഗ സംഘടന ഒത്തൊരുമിച്ചുകൊണ്ട് ഇത്തരം സമരം നടത്തുന്നത്. ഈ സമരത്തിൻ്റെ ആധാരമായ കാര്യങ്ങൾ 4 ലേബർ കോഡുകളായി തിരിച്ചതിനെതിരായിട്ടും തൊഴിലാളികളെ പല രൂപത്തിലും നമ്മൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും തന്നുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി വർഗം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്ത് അധ്വാനിക്കുന്ന എല്ലാ വിഭാഗം ജനതയെയും ബുദ്ധിമുട്ടിക്കുന്ന സമീപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലങ്ങളായി എല്ലാ സംഘടനകളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പരോക്ഷമായി BMS നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഈ സമരത്തോട് യോജിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമീപനം അവർക്കുണ്ട്. കാരണം ചോദിച്ചാൽ ഇന്ന് തൊഴിൽ മേഖലയിൽ നമുക്കറിയാമല്ലോ, തൊഴിൽ മേഖലയിലെ എല്ലാ സംഘടനകളും പണിമുടക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലും അവർ പണിമുടക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുള്ള സമീപനം കൊണ്ടാണ് നമ്മളോടുകൂടി സമരത്തിലും നമ്മൾ അണിനിരന്നിരിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ മേഖലയിലെ ഇന്ത്യ രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അറിയാലോ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രദേശത്തെ എല്ലാ മേഖലയിലെ റോഡാണെങ്കിലും തോടാണെങ്കിലും ചാലാണെങ്കിലും റോഡിൻ്റെ സൈഡുകളെല്ലാം തൊഴിലാളികളെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ജോലിയും കൂലിയും കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ. ഈ അസംബ്ലി കവാടത്തിൻ്റെ മുമ്പിൽ ഈ ആശാ വർക്കർമാർ മാസക്കണക്കിന് നിരാഹാരം കടന്നു, മാസക്കണക്കിന് അവിടെ സമരം അനുഷ്ഠിച്ചു. എന്താണ് അവർ ആവശ്യം? ഞങ്ങൾക്ക് വേതനം വർദ്ധിപ്പിക്കുന്നില്ല, വേതനം തരേണ്ടത് കേരള ഗവൺമെൻറ്റാണെന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ കേന്ദ്ര സ്കെയിലിൽ നിൽക്കുന്ന വിഭാഗമാണ് ആശാ വർക്കർ. അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാനും അവരുടെ ശമ്പളത്തിൻ്റെ പട്ടിക തയ്യാറാക്കേണ്ട അധികാരാവകാശമുള്ളവരാണ് മോഡിയുടെ ഗവൺമെൻറ്. 10 ചില്ലിക്കാശ് കൊടുത്തില്ല, നിരാഹാരം 10 മാസത്തിലേറെ തുറന്നു കിടന്നല്ലോ, ഒരു 10 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല. ഇന്ന് ആ ആശാ വർക്കർമാർക്ക് 2000 രൂപയുടെ വർധനമാണ് ഈ 3 മാസ കാലയളവിൽ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് തൊഴിലാളികളെ സംരക്ഷിക്കാനും തൊഴിലാളികളുടെ അവകാശങ്ങൾ നിലനിർത്താനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്ത്യ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ അതിനുവേണ്ടി ആരോത്തരം പണിയെടുക്കുമ്പോൾ ആ തൊഴിലാളി വർഗത്തെയും ഇടതുപക്ഷ നയത്തെയും ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്
ഈ മോഡിയുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മോഡിയുടെ സർക്കാരിന് ധിക്കാരപരമായ നടപടികൾ പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സൂചനാ പണിമുടക്ക്. ഇനിയും വരുന്ന ആളുകളിൽ ഇതിൻ്റെ പണിമുടക്ക് വിവിധ മേഖലകളിലേക്ക് മാറും. ഇന്ന് പൈലറ്റ് ഓട്ടുന്നവനും അതുപോലെ പാടത്ത് പണിയെടുക്കുന്ന കർഷകത്തൊഴിലാളിയും ഒന്നിച്ചാണ് ഈ പോരാട്ടം നടത്തുന്നത്. ഇന്ത്യ രാജ്യത്തിന് ബദൽ മാർഗമായി തൊഴിലാളി വർഗത്തിൻ്റെ തൊഴിലാളി നയങ്ങൾ പാർലമെൻറ്റിൽ നയരൂപീകരണത്തിൽ ബദൽ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളുമാണ്. ഇതിൻ്റെ പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും നല്ലവരായ നാട്ടുകാരെയും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കർഷകരും അതുപോലെ യുവജനങ്ങളും എല്ലാവർക്കും ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ കേന്ദ്ര സർക്കാർ അവരുടെ നയങ്ങൾ കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ അംഗൻവാടി ജീവനക്കാരെന്ന് പറയുന്നത് ജോലിഭാരം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള വേതനമോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾ അംഗൻവാടി ജീവനക്കാർക്ക് കിട്ടുന്നില്ല. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോഷൻ ട്രാക്കർ എന്നുള്ളൊരു ആപ്പ്, അത് ഞങ്ങൾ ജീവനക്കാർക്ക് ഒരു തരം ആപ്പ് തന്നെയാണ്. ഞങ്ങൾക്ക് എന്താ പറയുക, ശരിയായ രീതിയിൽ ജോലി ചെയ്യാനോ അതിനനുസരിച്ചുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കേന്ദ്ര സർക്കാർ നടത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ അഖിലേന്ത്യാ പണിമുടക്ക് 24ാമത്തെ പണിമുടക്കാണ് നടത്തിക്കൊണ്ടുവരുന്നത്. അതിലെല്ലാ ട്രേഡ് യൂണിയനും സംയുക്തമായിട്ട് ഇടപെട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വളരെ സന്തോഷത്തിനും സമാധാനത്തോടുകൂടിയും സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവട്ടെ എന്ന ആശംസ. ആർക്കും ഒരു പിടുത്തൊന്നും കിട്ടിയിട്ടുണ്ട്. ലേബർ കോഡാണെന്ന് അറിയാം, പക്ഷേ കൂട്ടിക്കിഴിച്ച് നോക്കിയാൽ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നഷ്ടപ്പെട്ടു. പിന്നെ അവകാശങ്ങൾക്കുള്ള പോരാട്ടം നമ്മുടെ നഷ്ടപ്പെട്ടു. അപ്പോൾ സംഘടിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു പറയുമ്പോൾ എന്താണ്, നമ്മൾ ഏത് നിമിഷം ആർക്ക് വേണമെങ്കിൽ പിരിച്ചു വിട്ടിട്ട് അപ്പോൾ പിരിച്ചു വിടുമ്പോൾ തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ നഷ്ടപ്പെടുകയാണ്. ഡെയിലി വേജസ് ആയിട്ട് അവർക്ക് പുതിയ ആൾക്കാരെ ഏറ്റെടുക്കാം. അപ്പോൾ അവർ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഡെയിലി വേജസ് ചെയ്ത് പണിയെടുത്തോളും. തുച്ഛമായ എന്തെങ്കിലും സംഖ്യ പണി കൊടുത്താൽ അവർക്ക് തൊഴിലിൻ്റെ യാതൊരു ആനുകൂല്യം കിട്ടില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കം ഇതാണ്. അതാണ് ഈ ലേബർ കോഡ് എന്നുള്ളതിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ബാക്കി എല്ലാം ഇവർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവ് ശിവൻ, അതുപോലെ തന്നെ സഖാവ് സുബ്രഹ്മണ്യൻ, രാമചന്ദ്രൻ, ചന്ദ്രൻ, സഖാവ് രാമചന്ദ്രൻ, സഖാവ് ചന്ദ്രൻ, ശിവരാമട്ടൻ, അതുപോലെ സഖാവ് നാരായണൻ, സഖാവ് അജിത, എല്ലാവർക്കും ഈ സംഘടനയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് വർക്കർമാരുണ്ട്. ഇതെല്ലാം കേന്ദ്ര സ്കീമിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നതാണ്. ആ കേന്ദ്ര സ്കീമിന്റെ പേരിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾക്ക് പോലും കേന്ദ്രം അതിന് വേണ്ടത്ര സഹായങ്ങൾ ചെയ്യാതെ കേരള ഗവൺമെന്റ് ആണെങ്കിൽ അതിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്